ബാക്കിയുള്ള പ്രോബ്ലംസ് നമുക്ക് ആ ഹോംവർക്ക് ഒഴികെ ബാക്കി 3 എണ്ണം ബാക്കിയുണ്ട് അല്ലേ? 12, 13, 14. അത് നമുക്ക് വേണമെങ്കിൽ റിവിഷന്റെ സമയത്ത് ചെയ്തു നോക്കാം. ഓക്കെ, ഇപ്പൊ നമുക്ക് 4ാമത്തെ ചാപ്റ്റർ തുടങ്ങിയാലോ? പുതിയ ചാപ്റ്റർ എന്താ അല്ല? മിസ്സേ, ഞാൻ വേർഡ് പ്രോബ്ലത്തിനകത്തെ 10ാമത്തെ ചെയ്തായിരുന്നോ? ചെയ്ത കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്തോ പഠിക്കുന്ന സമയത്ത്. ഇല്ലെങ്കിൽ കിട്ടാത്തുണ്ടെങ്കിൽ അവിടെ മാർക്ക് ചെയ്ത് വെച്ചാൽ മതി, നമുക്ക് പിന്നെ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ പുതിയ ചാപ്റ്റർ മൾട്ടിപ്പിൾസ് ആൻഡ് ഫാക്ടേഴ്സ്. കേട്ടിട്ടുണ്ടോ മൾട്ടിപ്പിൾസ് ഫാക്ടേഴ്സ് എന്നൊക്കെ? നോ, ഫസ്റ്റ് ടൈം കേൾക്കാം അല്ലേ? മൾട്ടിപ്പിൾസ് എന്ന് വെച്ചാൽ എന്താ അറിയോ? എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോ? ഏതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാ? എന്താ ഷമ്മിലെ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? എന്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് മൾട്ടിപ്പിൾ എന്ന് അറിയോ? മൾട്ടിപ്പിൾ എന്ന് കേൾക്കുമ്പോ തന്നെ അറിയാലോ, മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടേം ആണ് മൾട്ടിപ്പിൾ അല്ലേ? ഫാക്ടർ മാത്രമേ കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ. മൾട്ടിപ്പിൾസ് എന്ന് പറയുമ്പോ മൾട്ടിപ്ലിക്കേഷനും ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വേർഡ് ആണ്. ഓക്കെ, അപ്പൊ നമ്മള് 2 നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടുന്ന ആൻസറിനെ നമ്മൾ എന്ത് പറയും? പ്രൊഡക്റ്റ് എന്ന് പറയും. കേട്ടിട്ടില്ലേ? ആഡ് ചെയ്ത് കിട്ടുന്ന ആൻസറിനെ സം എന്ന് പറയുന്നു, സബ്ട്രാക്ട് ചെയ്ത് കിട്ടുന്ന ആൻസറിനെ ഡിഫറൻസ് എന്ന് പറയുന്നു, മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസറിനെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നു, ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ആൻസറിനെ കോഷ്യന്റ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോ നിങ്ങൾ ടെക്സ്റ്റിൽ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ആ പേജ് നമ്പർ 105 ചാപ്റ്റർ ഫസ്റ്റ് ഒന്ന് എടുത്തേ. 4ാമത്തെ ചാപ്റ്ററിന്റെ ഫസ്റ്റ് പേജ് 105. അതിനകത്ത് കൺസിഡർ ദ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ട് 8 into 5 is equal to 40. കണ്ടോ? ആദ്യത്തെ സെന്റൻസ് തന്നെ. കൺസിഡർ ദ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ട് 8 into 5 is equal to 40. That means 40 is the product of 5 and 8. 40 എന്ന് പറയുന്ന നമ്പർ 5ന്റെയും 8ന്റെയും പ്രൊഡക്റ്റ് ആണ് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? 40 is a multiple of 5. 5ന്റെ മൾട്ടിപ്പിൾ ആണ് 40, അല്ലെങ്കിൽ 8ന്റെ മൾട്ടിപ്പിൾ ആണ് 40. 40 is the product of 5 and 8. From this we can say 40 is the multiple of 5, or 40 is the multiple of 8. അതായത് ഇവിടെ ശ്രദ്ധിക്കണേ, one into 5 is equal to 5. 2 into 5 is equal to 10. 3 into 5 is equal to 15. 4 into 5 is equal to 20. 5 into 5 is equal to 25. 6 into 5 is equal to 30. 7 into 5 is equal to 35. 8 into 5 is equal to 40. 9 into 5 is equal to 45. 10 into 5 is equal to 50. ഇത്രയും ഇത് എന്തിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളാ?
എന്തിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഏത്? 5ന്റെ അല്ലേ? അപ്പോ ഈ നമ്പേഴ്സ് എല്ലാം 5, 10, 15, 20, 5, 10, 15, 20, 25, 30, 35, 40, 45, 50 ഈ നമ്പേഴ്സ് ഒക്കെ 5നെ വേറെ ഏതോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ് അല്ലേ? 5നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 20 കിട്ടുന്നു. 5നെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 35 കിട്ടുന്നു. 5നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10 കിട്ടുന്നു. അപ്പൊ കോമൺ ആയിട്ട് നമുക്ക് ഈ നമ്പേഴ്സിനൊക്കെ പറയാം ദീസ് നമ്പേഴ്സ് ആർ ദി മൾട്ടിപ്പിൾസ് ഓഫ് 5. 5ന്റെ മൾട്ടിപ്പിൾസ് ആണ് 5, 10, 15, 20, 25, 30, 35, 40, 45, 50. അതായത് 5ന്റെ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോ വേറെ ഏതോ ഒരു നമ്പറിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന നമ്പറിനെയാണ് 5ന്റെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ 5ന്റെ മൾട്ടിപ്പിൾസിനെ 5 കൊണ്ട് എക്സാക്ട് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എക്സാക്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാല് റിമൈൻഡർ വരാതെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. 5ന്റെ മൾട്ടിപ്പിൾസിനെ 5 കൊണ്ട് എക്സാക്ട്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് there will no remainder. 5ന്റെ മൾട്ടിപ്പിൾസിനെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താല് കോഷ്യന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, റിമൈൻഡർ ഉണ്ടാവില്ല. അതുപോലെ 6ന്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാ? 6ന്റെ മൾട്ടിപ്പിൾസ് 6, 12, 18, 24, 30, 36, 42, 48, 54, 60. ഇതൊക്കെയാണ് 6ന്റെ മൾട്ടിപ്പിൾസ്. 6 കൊണ്ട് വേറെ ഏതോ നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ നമ്പറൊക്കെ കിട്ടുന്നത്. So these numbers are called multiples of 6. അങ്ങനെയാണെങ്കിൽ 4ന്റെ മൾട്ടിപ്പിൾസ് ഒന്ന് നിങ്ങൾ ജസ്റ്റ് ബുക്കിൽ ഒന്ന് എഴുതിയേ, നോട്ട്ബുക്കില്. ഏതൊക്കെ 4ന്റെ മൾട്ടിപ്പിൾസ് ഒന്ന് എഴുതിയേ. മൾട്ടിപ്പിൾസ് ഓഫ് 4. മൾട്ടിപ്പിൾസ് ഓഫ് 4. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒന്നും എഴുതണ്ട, മൾട്ടിപ്പിൾസ് ഓഫ് 4 ഏതൊക്കെ നമ്പേഴ്സ് ആണെന്ന് മാത്രം എഴുതിയാൽ മതി. നോക്കട്ടെ ആർക്കൊക്കെ എഴുതിയിട്ട് ശരിയാവും നോക്കട്ടെ. എല്ലാരും എഴുതി കഴിഞ്ഞല്ലേ? അപ്പൊ മിസ് പറഞ്ഞ ഏതൊക്കെ 4ന്റെ മൾട്ടിപ്പിൾസിനെ നോക്കണേ, ഇതൊക്കെ തന്നെയാണോ എഴുതി നോക്കണേ. 4, 8, 12, 16, 20, 24, 28, 32, 36, 40. ഇതൊക്കെയാണോ എഴുതിയേ 4ന്റെ മൾട്ടിപ്പിൾസ്? ഓക്കെ, അടുത്തത് multiples of 3. Multiples of 3 ഏതൊക്കെയാണെന്ന് എഴുതിയേ. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. മൾട്ടിപ്പിൾസ് ഓഫ് 3 ശരിയാണോ നോക്കണേ. 3, 6, 9, 12, 15, 18, 21, 24, 27, 30 ആണോ?
ഓക്കെ, അപ്പൊ മൾട്ടിപ്പിൾസ് എന്താന്ന് മനസ്സിലായല്ലോ. നാളത്തേക്കുള്ള ഹോംവർക്ക് എന്താണെന്നറിയോ? നാളത്തേക്കുള്ള ഹോംവർക്ക് 6ന്റെയും 7ന്റെയും 8ന്റെയും 9ന്റെയും 10ന്റെയും മൾട്ടിപ്പിൾസ് ഏതൊക്കെയാന്ന് എഴുതാം. ഏതൊക്കെ? ഹോംവർക്കിന്റെ ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോ. ക്വസ്റ്റ്യൻ ഇതേപോലെ എഴുതിയെടുത്തോ. മിസ് ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്ത് തരാം. റൈറ്റ് write the multiples of 6, 7, 8, 9 and 10. Question ഇതേപോലെ എഴുതിയെടുത്തോ. ഹോംവർക്ക് ക്വസ്റ്റ്യൻ. Write the multiples of 6, 7, 8, 9 and 10. എഴുതിയെടുത്തോ. ഓക്കെ, നമുക്ക് 10 വരെയുള്ള നമ്പേഴ്സിന്റെ മൾട്ടിപ്പിൾസ് ഇപ്പൊ ഏതൊക്കെയാണെന്ന് അറിയാം. ഇനി അടുത്ത പഠിക്കാനുള്ളത് പ്രോപ്പർട്ടീസ് ഓഫ് മൾട്ടിപ്പിൾസ്. മൾട്ടിപ്പിൾസിന്റെ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാന്ന് പഠിക്കണം. ഫസ്റ്റ് വൺ, every number is a multiple of 1. Every number is a multiple of 1. നമുക്കറിയാലേ, ഏത് നമ്പറിനെയും 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താല് അതേ നമ്പർ തന്നെയാണ് കിട്ടുക. ആ ഒരു പ്രോപ്പർട്ടി നമ്മൾ മൾട്ടിപ്ലിക്കേഷന് പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടുണ്ടോ? ഉണ്ടോ? യെസ്. അപ്പോ ഏത് നമ്പറിന്റെയും കോമൺ ആയിട്ടുള്ള, എല്ലാ നമ്പറിന്റെയും കോമൺ ആയിട്ടുള്ള മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 1 ആണ്. ദാറ്റ് ഈസ് ദി ഫസ്റ്റ് പ്രോപ്പർട്ടി ഓഫ് മൾട്ടിപ്പിൾസ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ ടെക്സ്റ്റില്. എവറി നമ്പർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 1. ഫസ്റ്റ് പ്രോപ്പർട്ടി ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. എവറി നമ്പർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 1. എന്താ പ്രോപ്പർട്ടി പറയുന്നേ? ഏത് നമ്പറിന്റെയും ഒരു മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 1 ആണ്. എല്ലാ നമ്പറിനും ഉള്ളൊരു മൾട്ടിപ്പിൾ ആണ് 1, കോമൺ ആയിട്ടുള്ള ഒരു മൾട്ടിപ്പിൾ. നെക്സ്റ്റ്, സെക്കൻഡ് പ്രോപ്പർട്ടി, എവറി നമ്പർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ഇറ്റ്സെൽഫ്. എവറി നമ്പർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ഇറ്റ്സെൽഫ്. അത് മനസ്സിലാവണമെങ്കിൽ ഒന്ന് ഇവിടെ ശ്രദ്ധിച്ചോ. നമ്മൾ പറഞ്ഞ ഏത് നമ്പറിനെയും 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതേ നമ്പർ തന്നെ കിട്ടും. 5 into 1 is equal to 5. അപ്പൊ ഈ 5 എന്ന് പറയുന്ന നമ്പർ 1ന്റെ മൾട്ടിപ്പിളും ആണ് 5ന്റെ മൾട്ടിപ്പിളും ആണ് അല്ലെ? അതേപോലെ 458 into 1 is equal to 458. അപ്പൊ ഈ 458 എന്ന് പറയുന്നത് 1ന്റെ മൾട്ടിപ്പിളും ആണ് 458ന്റെ മൾട്ടിപ്പിളും ആണ് അല്ലെ? 1 എന്ന് പറയുന്നത് എല്ലാ നമ്പറിന്റെയും കോമൺ ആയിട്ടുള്ള മൾട്ടിപ്പിൾ. ഇനി എല്ലാ നമ്പറിനും അതേ നമ്പർ തന്നെ മൾട്ടിപ്പിൾ ആയിട്ടും വരും. ഏത് നമ്പർ എടുത്ത് നോക്കിയാലും അതേ നമ്പർ തന്നെ മൾട്ടിപ്പിൾ ആയിട്ട് വരും. എങ്ങനെ? 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതേ നമ്പർ തന്നെയല്ലേ കിട്ടുക? That is the second property. Every number is a multiple of itself. എല്ലാ നമ്പറും അതിന്റെ തന്നെ മൾട്ടിപ്പിൾ ആണ്. That is second property. ആ പ്രോപ്പർട്ടി കൂടെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. Next, third property. Every multiple of a number is either greater than
or equal to that number. ഒരു നമ്പറിന്റെ മൾട്ടിപ്പിൾസ് എന്ന് പറയുന്നത് ഒന്നുകിൽ ആ നമ്പറിന്റെ നോട് ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ ആ നമ്പറിനേക്കാളും വലിയതായിരിക്കും. അതിപ്പോ നിങ്ങൾ എഴുതിയ എക്സാമ്പിൾസ് വെച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഒന്ന് നോക്കിയേ. മൾട്ടിപ്പിൾസ് ഓഫ് 4 കണ്ടോ? മൾട്ടിപ്പിൾസ് ഓഫ് 4 ഏതൊക്കെയാ? 4, 8, 12, 16, 20. 4 തന്നെ അതിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നുണ്ട്. ബാക്കി വരുന്ന നമ്പേഴ്സ് ഒക്കെ 4-നേക്കാളും വലുതാണ്. അതുപോലെ മൾട്ടിപ്പിൾസ് ഓഫ് 3, മൾട്ടിപ്പിൾസ് ഓഫ് 3 ആദ്യത്തെ അതിന്റെ മൾട്ടിപ്പിൾ, പിന്നെ വന്ന് 6, 9, 12, 15 എക്സെട്ര. 3ന്റെ തന്നെ മൾട്ടിപ്പിൾ ആണ്. ബാക്കി വരുന്ന മൾട്ടിപ്പിൾസ് ഒക്കെ 3-നേക്കാളും വലുതാണ്. So we can say every multiple of a number is either greater than or equal to that number. ഒരു നമ്പറിന്റെ മൾട്ടിപ്പിൾസ് എന്ന് പറയുന്നത് ഒന്നുകിൽ അത് തന്നെയായിരിക്കും, അല്ലെങ്കിൽ ആ നമ്പറിനേക്കാളും വലുതായിരിക്കും. Okay, that is the third property. Underline ചെയ്തു വെച്ചു. Every multiple of a number other than 0 include ചെയ്യില്ല, 0 ഒഴിവാക്കിയിട്ടാണ് നമ്മൾ പറയുന്നത്. Every multiple of a number other than 0 is either greater than or equal to that number. Then fourth property, there is no end to the multiples of a number since numbers are എന്താ ഇപ്പൊ നാലാമത്തെ പ്രോപ്പർട്ടി? There is no end to the multiples of a number since numbers are endless, multiples are also endless. നമ്പേഴ്സിന്റെ എൻഡ് എത്രയാ? ഏതാ ഏറ്റവും വലിയ നമ്പർ നമുക്ക് പറയാൻ പറ്റുമോ? ഏറ്റവും വലിയ നമ്പർ ഏതാ? 10,000 ആണോ? 10 lakh ആണോ? 1 crore ആണോ? അല്ല. നമുക്ക് ഏറ്റവും വലിയ നമ്പർ ഏതാന്ന് പറയാൻ പറ്റില്ല. അപ്പോ നിങ്ങൾ ഇവിടെ നോക്കിയേ, ഇവിടെ മൾട്ടിപ്പിൾസ് ഓഫ് 4 അല്ലെങ്കിൽ മൾട്ടിപ്പിൾസ് ഓഫ് 3 നമ്മള് 10 into 3 അല്ലെങ്കിൽ 10 into 4 വരെയാണ് എഴുതിയത് അല്ലെ? ഇനി 11 into 4 ആണെങ്കിലോ? 11 into 4 ആണെങ്കിൽ 44 എന്ന് വരും. 11 into 4 44. അത് കഴിഞ്ഞിട്ട് 12 into 4 48. 12 into 4 48. ഓക്കെ, അപ്പോ നമ്പേഴ്സ് എൻഡ്ലെസ് ആയതുകൊണ്ട് നമ്പേഴ്സിന് എൻഡ് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾസിനും എൻഡ് ഇല്ല. ഇപ്പൊ 100 into 4 is equal to 400. That means 400 is a multiples of 4. അല്ലെ? 400 എന്ന് പറയുന്നത് 4ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇനി 500 into 4 is equal to 2000. 500 into 4 എന്ന് പറയുന്നത് 2000. അത് എന്താ ഉദ്ദേശിക്കുന്നത്? 2000 എന്ന് പറയുന്നത് 4ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ നമുക്ക് നമ്പേഴ്സ് എത്ര വലിയ നമ്പേഴ്സ് എഴുതിയാലും അതിന്റെയും 4ന്റെയും 3ന്റെയും 2ന്റെയും ഒക്കെ മൾട്ടിപ്പിൾസ് എഴുതാൻ പറ്റും. That is the fourth property. There is no end to the multiples of a number. Since numbers are endless, multiples are also endless. നമ്പേഴ്സിന് എൻഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ, അതായത് നമ്പേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് എത്ര ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വലിയ നമ്പർ ഏതാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾസ് ആർ ഓൾസോ എൻഡ്ലെസ്. ഇപ്പൊ ഏറ്റവും വലിയ നമ്പർ നമ്മൾ കണ്ടുപിടിച്ചു എന്ന് വിചാരിച്ചോ, അതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് വേറെ അതിനേക്കാളും വലിയൊരു നമ്പർ കിട്ടില്ലേ?
കിട്ടില്ലേ? അല്ലെങ്കിൽ അതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത് അതിനേക്കാളും വലിയൊരു നമ്പർ കിട്ടും. സോ മൾട്ടിപ്പിൾസ് ആർ ഓൾസോ എൻഡ്ലെസ്. ദാറ്റ് ഈസ് ദി ഫോർത്ത് പ്രോപ്പർട്ടി. അപ്പൊ ഏതൊക്കെ പ്രോപ്പർട്ടി നമ്മളിപ്പോ പഠിച്ചു? 4 പ്രോപ്പർട്ടി പഠിച്ചു. Every number is a multiple of 1. Second one, every number is a multiple of itself. Third one, every multiple of a number is either greater than or equal to that number. Fourth one, there is no end to the multiples of a number. Since numbers are endless, multiples are also endless. 4 പ്രോപ്പർട്ടി മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലാവാത്തതൊന്നുമില്ലല്ലോ. ഓക്കെ, അടുത്ത കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് പേജില്. Example 1. Is 42 a multiple of 7? 42 എന്ന് പറയുന്നത് 7ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് എങ്ങനെയാ നമ്മൾ നോക്കാം? എങ്ങനെ ചെക്ക് ചെയ്യാം? ഒരു നമ്പർ വേറൊരു നമ്പറിന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ അതിനെ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോ റിമൈൻഡർ 0 ആണെങ്കിൽ the second number is a multiple of the greater one. Okay, here 42 and 7. 42 നെ നമ്മൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ റിമൈൻഡർ 0 കിട്ടും. കാരണം 7 into 6 42 ആണ്. 42 divided by 7 is equal to 6. നമ്മൾ 7ന്റെ ടേബിൾ ചൊല്ലി നോക്കിയാൽ അറിയും 6 into 7 42. അപ്പൊ അവിടെ റിമൈൻഡർ ഒന്നും വരുന്നില്ല. സോ we can say 42 is a multiple of 7. അതുപോലെ എക്സാമ്പിൾ 2. Is 105 a multiple of 8? 105 എന്ന് പറയുന്നത് 8ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യും? എങ്ങനെ ചെക്ക് ചെയ്യും? 105നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 കിട്ടും. So 105 is not a multiple of 8. Okay, then third example, find the first 3 multiples of 6. അത് നമ്മൾ എഴുതിയിട്ടുണ്ട്. 6ന്റെ ആദ്യത്തെ 3 മൾട്ടിപ്പിൾസ് 6, 12, 18. നമ്മൾ 10 വരെയുള്ള മൾട്ടിപ്പിൾസ് എഴുതിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, then fourth one, find the multiples of 11 which are between 50 and 80. 50യുടെയും 80യുടെയും ഇടയിൽ വരുന്ന 11ന്റെ മൾട്ടിപ്പിൾസ്. 50യുടെയും 80യുടെയും ഇടയിൽ വരുന്ന 11ന്റെ മൾട്ടിപ്പിൾസ്. 11ന്റെ മൾട്ടിപ്പിൾസ് എന്ന് പറയുമ്പോ 50യുടെയും 80യുടെയും ഇടയിൽ വരുന്നതല്ലേ? 11 into 4 ചെയ്താൽ എത്രയാ വരാ? is equal to 44 വരാ. അപ്പൊ അത് 50നെക്കാളും ചെറുതാണ്. 50ന്റെയും 80ന്റെയും ഇടയിൽ വരുന്നതല്ല, 50നെക്കാളും ചെറുതാണ്. സോ 11 into 5 is equal to 55. 11 into 6 is equal to 66. 11 into 7 is equal to 77. 11 into 8 is equal to 88. 88 എഴുതേണ്ട ആവശ്യമുണ്ടോ? 8നെക്കാളും വലുതല്ലേ വരുന്നേ? അപ്പോ 50നെയും 80യുടെയും ഇടയിൽ വരുന്ന 11ന്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാ? 55, 66, 77. The multiples of 11 which are between 50 and 80 are 55, 66, 77. Okay, then last example is 744 a multiple of 24. എങ്ങനെ കണ്ടുപിടിക്കും? 744നെ 24 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്യുമ്പോൾ ക്വോഷ്യന്റ് 31 കിട്ടും. നിങ്ങളുടെ എക്സാമ്പിൾ അവിടെ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് സൊല്യൂഷൻ. റിമൈൻഡർ 0 വരും. സോ ദിസ് വി ക്യാൻ സേ
744 is a multiple of 24. മനസ്സിലാവുന്നുണ്ടോ എങ്ങനെ മൾട്ടിപ്പിൾ ആണെന്ന് ചെക്ക് ചെയ്യുന്നത്? ഇന്ന് പഠിപ്പിച്ചത് മുഴുവൻ മനസ്സിലായോ? കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ? അപ്പൊ ഇന്നത്തെ ഹോംവർക്ക് ഏതാണെന്ന് ഓർമ്മയുണ്ടല്ലോ? മൾട്ടിപ്പിൾസ് ഓഫ് 6, 7, 8, 9 and 10. ബാക്കി എക്സസൈസ് 4.1 നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, മൾട്ടിപ്പിൾസ് അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫാക്ടേഴ്സ് പഠിക്കാനുണ്ട്. ഫാക്ടേഴ്സിൽ കുറച്ചധികം പഠിക്കാനുണ്ട്, മൾട്ടിപ്പിൾസ് പോലെയല്ല. അത് കഴിഞ്ഞിട്ട് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിളും ഹയസ്റ്റ് കോമൺ ഫാക്ടറും HCFും LCMും ഇതും കൂടി ആയാലും ഈ ചാപ്റ്റർ അങ്ങ് കംപ്ലീറ്റ് ആയി. എത്ര പെട്ടെന്ന് തീർന്നു അല്ലെ ചാപ്റ്റർ? ഇന്ന് തുടങ്ങിയതേ ഉള്ളൂ, ഇന്ന് തന്നെ തീരുകയും ചെയ്തു. മൾട്ടിപ്പിൾസ് തീർന്നു. ഫാക്ടേഴ്സിൽ കുറച്ച് 2-3 ടോപ്പിക് പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഡിവിസിബിലിറ്റി നോക്കാനുണ്ട്. പിന്നെ HCF ഹയസ്റ്റ് കോമൺ ഫാക്ടറും ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ LCMും അതും കൂടി ആയാലും ചാപ്റ്റർ തീർന്നു. അത്രേ ഉള്ളൂ. എത്ര പെട്ടെന്ന് തീരുമല്ലേ, നമുക്ക് പെട്ടെന്ന് തീർക്കാം കേട്ടോ ഇനി. ഓക്കെ, അപ്പൊ എല്ലാവരും ഹോംവർക്ക് ചെയ്യാം. എന്നെ അയച്ചു തരാം. ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ബൈ.